സംസ്ഥാനത്ത് 5 പ്രാണനെടുത്ത പെരുമഴ. ഇടുക്കി അടൂർ മലയിൽ ഉരുൾപൊട്ടലിൽ കുടയത്തൂർ സ്വദേശി മഷിക്കല്ലയിൽ സുമതി മരിച്ചു. സുമതിയുടെ ഭർത്താവ് രവിയെയും മകൻ രതീഷിനെയും നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ഒരു രാത്രി പുലരുമ്പോഴേക്കും പലരുടെയും ജീവനും അവരുടെ സ്വത്തുക്കളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് ഉരുളെടുത്തിരിക്കുന്നത്. അത്രയും അധികം മഴക്കെടുതിയാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? ആൽവിൻ എവിടെയാണുള്ളത്? അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ശ്യാമിലി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ജീവനുകളാണ് ഇന്നലെ പെയ്ത മഴയിൽ പൊലിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വരും. നമ്മളിപ്പോൾ ഉള്ളത് മറ്റൊരു കാഴ്ച കൂടിയാണ്. ഇതിപ്പോൾ തൊടുപുഴ മുട്ടം പഞ്ചായത്തിലെ എള്ളുംപുറം എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി 12:30 മണിയോട് ഉരുള് പൊട്ടിയ സ്ഥലമാണിത്. ഇത് പുറം ലോകത്തേക്ക് അറിയാൻ തന്നെ താമസമായിരുന്നു. ഇപ്പോൾ പലരും അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ചീഫ് വിപ്പ് ആപ്പു ജോൺ ജോസഫ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗം ഉള്ള ആളുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ആളുകളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ചോദിക്കാം, എപ്പോഴാണ് ചേച്ചി ഇത് എപ്പോഴായിരുന്നു ഉരുള് പൊട്ടിയത്? എപ്പോഴായിരുന്നു? രാത്രി 12:00 അവിടുത്തെ ഒരു സാം പുത്തൻപുരയ്ക്കൽ പയ്യനാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്. എന്നിട്ട് തന്നെ ഞങ്ങളിവിടെ സംഭവ സ്ഥലത്തെത്തുകയും അവരെ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. തൊട്ടടുത്ത വീട്ടിലേക്ക്. അതെ അതെ, 4 കുടുംബക്കാരുണ്ടായിരുന്നു. 4 കുടുംബങ്ങൾ മുകളിലാണോ? മേളിലുണ്ട്. താഴേക്ക് വീടുകളുണ്ടോ? താഴേക്കുണ്ട്. ഉണ്ട്. അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. കൃഷിഭൂമിയൊക്കെ നശിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് കിണർ മൂടിപ്പോയിട്ടുണ്ട്. അവരുടെ വിറകുവര അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. മറ്റ് ആൾക്കാർക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ആളപായം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മൾ സംസാരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം ഇവിടെ ഉണ്ടായത്. പക്ഷേ നിരവധി വീടുകൾ, ഏതാണ്ട് 4ഓളം വീടുകൾക്ക് വലിയ കേടുപാട് സംഭവിച്ചു. നമുക്ക് ഈ കാണുന്ന പോലെ മേളിൽ നിന്ന് ഉരുള് പൊട്ടി താഴേക്ക് റോഡ് കടന്നാണ് താഴേക്ക് പോയിട്ടുള്ളത്. വൈദ്യുതി കമ്പി അടക്കം വൈദ്യുതി പോസ്റ്റുകളടക്കം തകർന്ന് താഴെ പോയിട്ടുണ്ട്. കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. ഇവിടെ വ്യാപകമായ നാശം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെ ഉണ്ട്. ചേട്ടാ, എത്ര മണിക്കായിരുന്നു ഇത്? ഇവിടെ ഒരു 12 മണിക്ക് ശേഷമാണ്. 2 മണി. വലിയ ശബ്ദത്തിലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു പറയാം. ഞാൻ കേട്ടില്ല. 2 മണിയോടുകൂടി തുടങ്ങിയെന്നാ പറഞ്ഞു. ചേട്ടൻ്റെ വീട് അടുത്താണോ, താഴെയാണോ? ഞാൻ ഈ റോഡിന്റെ താഴെയാണ് താമസിക്കുന്നത്. വീടുകളുണ്ടോ? ഉണ്ട്, താഴോട്ട് വീടുകളുണ്ട്. മറ്റു കുഴപ്പങ്ങൾ എന്തെങ്കിലും? അവിടെ വീടുകളിലെല്ലാം മണ്ണൊക്കെ കയറിയിട്ടുണ്ട്, മിറ്റം എല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ അവരുടെ കൃഷിയൊക്കെ കുറെ നശിച്ചിട്ടുണ്ട്. ഏക്കറണക്കിന് കൃഷി പോയിട്ടുണ്ട് അല്ലേ? മൂടിപ്പോയിട്ടുണ്ട്. ഈ വീട്ടിലെ കിണർ മൂടിപ്പോയിട്ടുണ്ട്. പിന്നെ കൃഷിഭൂമികൾ നശിച്ചിട്ടുണ്ട്. താഴേക്കുള്ള മൊത്തം നമ്മൾ പോയിട്ടില്ല. അവിടെയും കൃഷിഭൂമികൾ നശിച്ചിട്ടുണ്ട്. പറമ്പ് 2ആയിട്ട് മാറിപ്പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഈ പ്രദേശത്ത് ആകെ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിണർ മൂടിപ്പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു രാത്രി? എത്ര മണിക്ക് ഉരുള് പൊട്ടി? എപ്പോഴാണ്? 1 മണിയായപ്പോഴോ? കേട്ടിരുന്നു? കേട്ടിരുന്നു. വലിയ ശബ്ദമുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെയാണോ? എന്നിട്ടോ എങ്ങനെ ഇവിടുന്ന് ഓടി മാറിയോ? അതോ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അത് വന്നങ്ങ് പോയി. അതിശക്തമായ മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. ഈ താഴത്തോട്ട് വീടുകളും താഴത്തേക്ക് വീടുണ്ട്, എല്ലാം പോയി. അതാണ് പ്രദേശവാസികളൊക്കെ ഇപ്പോഴും ഭയപ്പാടിലാണ്. വലിയ ഉരുളാണ് ഇവിടെ വന്നത്. എള്ളുംപുറം എന്ന സ്ഥലമാണിത്. തൊടുപുഴയിലെ മുട്ടം പഞ്ചായത്തിലാണ് ഈ സ്ഥലം. അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടോ? ഇപ്പോൾ കുറെ ആളുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അവിടെ അങ്ങിങ്ങായി വീടുകൾ കാണുന്നുണ്ട്. ഇതിന് ഇടയിലൂടെയാണ് ഇപ്പോൾ ഈ ഉരുള് അങ്ങ് പൊട്ടിയിറങ്ങി ഒലിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ ഇപ്പോൾ വലിയ ഭീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമല്ലോ ഇവരെയൊക്കെ. തീർച്ചയായിട്ടും ശ്യാമിലി, അങ്ങനെ തന്നെയാണ്. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഉരുള് പോയിട്ടുള്ളത്. ഇവരൊക്കെ ഇന്നലെ അറിഞ്ഞിരുന്നു. ഞാൻ കൂടുതലായിട്ടും ടോമി എന്ന് പറഞ്ഞ ചേട്ടനാണ് അറിയാവുന്ന പ്രദേശവാസിയാണ്. ഞങ്ങൾ തൊട്ട് താഴെ താമസിക്കുന്നത്. നിങ്ങളോടൊന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മാറി താമസിക്കാൻ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പിലല്ല, അല്ലാതെ നമുക്ക് അടുത്ത് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കാമെന്നാണ് പറയുന്നത്. ചേച്ചി, ഉരുള് വന്നത് ഇന്നലെ രാത്രിയിലാണ്. വലിയ ശബ്ദത്തിലായിരുന്നോ? വലിയ ശബ്ദത്തിലായിരുന്നു. പക്ഷേ ഞാനിവിടെ തൊട്ടടുത്തുള്ള ആളല്ല. അല്ല, ഞാൻ എൻ്റെ കൂടി ഇതാ. നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. 1 മണി രാത്രി ആയപ്പോൾ തന്നെ ആയിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് അന്നേരം
പേടിച്ചു എന്നാന്ന് അറിയില്ല. പിന്നെ തൊട്ട് മുകളിലെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് മാറാൻ. അപ്പോൾ ഞങ്ങളന്നേരം ഇവിടുന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാം വന്നു പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇതൊരു വീടുണ്ട്, പിന്നെ താഴെ ഒരു വീടുണ്ട്. ഇവരുടെ വീടൊക്കെ താഴെത്തുള്ള വീടുകളാണ്. രാത്രി ഇവിടെ തന്നെ മാറിയോ? ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു, ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ആദ്യമായിട്ടുള്ള സംഭവമാണിത്. ഞാൻ ഇത്ര നാളായിട്ട് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് സംഭവമാണ്. കാറ്റുണ്ടായിരുന്നോ? കാറ്റിലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു, ഭയങ്കര സൗണ്ടും. പിന്നെ തോടിനൊക്കെ ഭയങ്കര ഇരപ്പുകളായിരുന്നു, വെള്ളത്തിന് ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു പേടിച്ചുപോയ സൗണ്ടുകളായിരുന്നു. ശ്യാമിലി, ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്, അവരൊക്കെ വലിയ ഭീതിയിലായിപ്പോയി. കാര്യം ഈ പ്രദേശത്ത് അങ്ങനെ ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള സംഭവം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉരുൾപൊട്ടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ടാണ് അവരുടെ ഒരു ഭീതി ഇപ്പോഴുള്ളത്. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഒരു 6 ആളുകൾക്ക് ആർക്കും ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഉരുൾപൊട്ടി ഏതാണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയ പ്രദേശം തന്നെ പോയിട്ടുണ്ട്. അവിടെ കൃഷിയിടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ കിണർ മൂടിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി പൈപ്പ്, കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങോട്ടേക്കൊക്കെ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ കുടിവെള്ളത്തിന് പൈപ്പ് ഇട്ടൊക്കെ കൊണ്ടുവന്ന് നടക്കാം. പൈപ്പ് തകർന്നിട്ടുണ്ട്, വൈദ്യുതി പോസ്റ്റുകളെല്ലാം താറുമാറായിട്ടുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടം ഈ പ്രദേശത്തുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴാണ് ഈ പുറം ലോകത്തേക്ക് എള്ളുംപുറത്ത് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് തന്നെ അറിഞ്ഞു വരുന്നത്. അല്പം മുമ്പ് ഗവൺമെൻറ് ചീഫ് ഇപ്പോൾ ഇവിടുത്തെ MLA കൂടിയായ അപ്പു ജോൺ ജോസഫ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം വന്ന് കാര്യങ്ങൾ തിരക്കിയ ശേഷം ഇപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം ജില്ലയുടെ ചാർജുള്ള മന്ത്രി അനൂപ് ജേക്കബ് ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ എത്തി ആളുകളെ കാണും, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കേൾക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. MP ഡീൻ കുര്യാക്കോസ് പുലർച്ചെ അടൂർമലയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നേതൃത്വമൊക്കെ നൽകിയത്. ഇപ്പോൾ ഏതായാലും 2 മരണമാണ് ഈ ഇടുക്കിയിലെ ഈ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.